അരുൾ, അൻപ്, അനുകമ്പ ഇത് മൂന്നിനും പൊരുളൊന്നാണെന്നും അതുള്ളവനാണ് മാത്രമാണ് ജീവി എന്നും പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഈ അരുളെന്ന് പറഞ്ഞാൽ വാക്കെന്നും സ്നേഹമെന്നും കരുണയെന്നും ഒക്കെ അർത്ഥമുണ്ട്. അൻപ് എന്ന് പറയുമ്പോൾ കരുണയെന്നും സ്നേഹമെന്നും സന്തോഷമെന്നും അർത്ഥമുണ്ട്. അനുകമ്പ എന്ന് പറഞ്ഞാൽ വീണ്ടും അതും കൃപയും അനുഗ്രഹവും സന്തോഷവും കരുണയും വാക്കും വാത്സല്യവും ഒക്കെയാണ്. അപ്പോ ഇത് മൂന്നും വാക്കും കൃപയും വാത്സല്യവുമാണ്, സ്നേഹവും കരുണയുമാണ്, സന്തോഷവും കൃപയുമാണ് ഈശ്വരൻ എന്ന് പറയാതെ പറയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ വാക്കിൽ വീണ്ടും നമ്മളെ ഓർമ്മിക്കുന്ന രണ്ടാമത്തെ ആൾ തീർച്ചയായും ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ കനിവ് അഥവാ അനുകമ്പ മനുഷ്യരുടെ മാംസപേശിയെ പോലെയാണ്. അത് പ്രവർത്തിക്കാതിരിക്കും തോറും പ്രയോജനരഹിതമാകും, പ്രവർത്തിക്കും തോറും അത് ദുഃഖമാകും. വിവേകത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ് അനുകമ്പ എന്ന് അതിനർത്ഥം പറയാം. ഗുരു പറഞ്ഞതുപോലെ വിവേകം താഴെ വരില്ല, യത്നിക്കണം എന്നാണ്. അതുപോലെ കനിവും അനുകമ്പയും താഴെ വരില്ല, മറിച്ച് യത്നിക്കുക തന്നെ വേണം. അത് പൊതുവിടത്തിലോ വിദ്യാലയത്തിലോ സമൂഹത്തിൽ ഒന്നുമല്ല പഠിച്ചെടുക്കേണ്ടത്. അത് പഠിച്ചെടുക്കേണ്ടത്, പരിശീലിക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത് ഒക്കെ ആദ്യം അവരവരിലും അവരവരുടെ വീടകങ്ങളിലുമാണ്.